1954 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് ആദ്യത്തെ വഖഫ് ബോർഡ് രൂപീകരിക്കുകയും ഈ വഖഫ് ബോർഡിന്റെ കീഴിൽ ഇവാക്വീവ് പ്രോപ്പർട്ടി എന്നാണ് പറയുക. അതിന് ഭാരതത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നമ്മൾ ശരിക്ക് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ്. കാര്യം നമ്മൾ ഭാരതത്തിൽ നിന്നൊരു ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ആരെയും നമ്മൾ അങ്ങനെ പലായനം ചെയ്യേണ്ട രീതിയിൽ ഓടിച്ചൊന്നും വിട്ടിട്ടില്ല. അവര് സ്വയം പോയതാണ്, അവരുടെ ചോയ്സ് ആയിട്ട് അവർ പോയതാണ്. അതേസമയം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നവരെല്ലാം തന്നെ അവരുടെ ജീവനും മാനവും കയ്യിലെടുത്ത് പിടിച്ച് പ്രാണരക്ഷാർത്ഥം ഓടി വന്ന ആൾക്കാരുമാണ്. അവിടുന്ന് ട്രെയിൻ നിറയെ കമ്പാർട്ട്മെന്റ്സ് നിറയെ മൃതശരീരവും ഇവിടെ നിന്നുള്ള ആൾക്കാർ വളരെ കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം തന്നെ അവർക്ക് കൊണ്ടുപോകാൻ, ഭൂമി മാത്രമാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്, ബാക്കിയെല്ലാം എങ്ങനെയാണോ അവർക്ക് സ്വത്തുവകകൾ കൊണ്ടുപോകാൻ പറ്റുന്നതും കൊണ്ടുപോയിട്ടും പോയ ആൾക്കാരാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ പോയിട്ടും നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് അവരെ അതിർത്തി കടന്ന് അവരുടെ രാജ്യത്ത് മതരാഷ്ട്രത്തിലേക്ക് പോകാൻ അനുവദിച്ചു. ഇങ്ങോട്ട് അവർക്കൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ അന്നത്തെ പാകിസ്ഥാനില് തിരിച്ച് ഇന്ത്യയിലേക്ക് ഒന്നുകിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും അവിടെയുള്ള മെജോറിറ്റി ആൾക്കാരും. ജീവനോടെ അവർക്ക് എത്ര പേർക്ക് അന്ന് ഭാരതത്തിൽ എത്താൻ പറ്റിയെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ അവശേഷിച്ച ഹിന്ദുക്കളുടെ ഭൂമിയെല്ലാം സർക്കാരിന്റെ വകയായി മാറിയപ്പോ ഇവിടെ അത് വളരെ സൗകര്യപൂർവ്വം ഇപ്പൊ നമ്മുടെ രാജ്യം വേണ്ട എന്ന് പറഞ്ഞ് ഇതിനോടൊരു കൂറുമില്ലാതെ ഒരു മതരാഷ്ട്രത്തിലേക്ക് ഓടിപ്പോയ ആൾക്കാരുടെ ഭൂമി ഫുള്ളും ഒരു വഖഫ് ബോർഡ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ കീഴിൽ കൊണ്ടുവരികയാണ് ഉണ്ടായത്.